മക്കളെ, ഇന്ന് നമുക്ക് പേട് എന്ന കവിതയിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. കവിതാസെ ഇൻ ആശയവാലി പങ്ക്തിയാം, കവിതയിൽ ആശയം വരുന്ന വരികൾ എടുത്ത് എഴുതാൻ വേണ്ടി നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ധൂപ് സേ സിൽനെ പർ ഛായായെ ബിഗർ ഗയി, ഈ അർത്ഥം വരുന്ന വരിയാണ് എഴുതേണ്ടത്. ധൂപ് സിലീത്തോ ബിഗർ ഗയി കതരൻ കതരൻ ഛായായേം, അതാണ് ഈ അർത്ഥം വരുന്ന വരിയായിട്ട് വരുന്നത്. കണ്ടോ, ധൂപ് സേ സിൽനെ സേ ഛായായേം ബിഗർ ഗയി എന്നതിൻ്റെ വരികൾ ഏതാണ്? ധൂപ് സിലീത്തോ ബിഗർ ഗയി കതരൻ കതരൻ ഛായായേം. അതുപോലെ തന്നെ പേടിനെ രംഗ് ഓർ സുഗന്ധ് കി സിലായി കി എന്നർത്ഥം വരുന്നത് രംഗ് മഹക്ക് കി ഹുയി സിലായി, അത്രയും എഴുതിയാൽ പേടിനെ രംഗ് ഓർ സുഗന്ധ് കി സിലായി കി എന്ന അർത്ഥം വരുന്ന വരിയായി. മനസ്സിലായോ? രംഗ് മഹക്ക് കി ഹുയി സിലായി. അടുത്തത് പേടിനെ മിട്ടി രംഗ് ഹവ और पानी को तराश के जोड़ा है, മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയാ തരാശ്, ഇതാണ് വരി. മനസ്സിലായോ? ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ആ കവിതയുടെ വരികൾ തന്നിട്ടുണ്ടായിരിക്കും. ആ വരിയും അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള ആശയവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നോക്കുക. സാമ്യത്തിനനുസരിച്ചുള്ള വരികൾ നോക്കി എഴുതുക. ഇവിടെ തരാശിക്കേ ജോഡ, ഇവിടെ തരാശ് എന്നുണ്ട്. അതുപോലെ തന്നെ മിട്ടി രംഗ് ഹവാ പാനി, മിട്ടി രംഗ് ഹവാ പാനി, കണ്ടോ? അതൊക്കെ നമ്മുടെ ആശയത്തിലും വരുന്നുണ്ട്. ആശയത്തിൽ വരുന്ന അതേ കാര്യം തന്നെ വരികളിലും വരുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിലും നോക്കിയിട്ട് എഴുതുക. ഇനി അടുത്തത് നോക്കാം. പേടിനെ പ്രത്യേക ഫലമേ അപ്പനാ സ്വാദ് വരാഹേ, ആമമേ ആമുക്കാ സ്വാദ് സിലേഹേ. ഇവിടെ സ്വാദ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ? ഈ തന്നിരിക്കുന്ന ആശയത്തിൽ എന്തുണ്ട്? സ്വാദ് എന്നുണ്ട്. തന്നിരിക്കുന്ന അതിൻ്റെ അതേ അർത്ഥം വരുന്ന വരിയും എന്താണുള്ളത്? സ്വാദ് എന്നുണ്ട്. അത്രയാണ് അതിനൊരു സാമ്യം കാണുന്നത്. ആമമേ ആമുക്കേ സ്വാദ് സിലേഹേ ജാമൂൻമേ ജാമൂനിക്കേ. മനസ്സിലായോ? അപ്പം ഇത്രയും ഈ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്നും 2 മാർക്കിന് വരികൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. ഈ 4 എണ്ണം നിർബന്ധമായിട്ട് പഠിക്കുക. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ പേട് കവിതയുടെ ആശയമാണ്. പേട് കവിതയുടെ ആശയം നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പേട് എന്ന കവിതയുടെ ആശയം മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് ടൈം എക്സാമിലേക്ക് എഴുതാൻ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, അത് പഠിച്ചുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? അതിലൊരു കത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ കവിതയിൽ നമ്മുടെ കവിയായിട്ടുള്ള സുശീൽ ശുക്ലജിക്ക് ആ കവിത പഠിച്ചതിന് ശേഷം എഴുതുന്ന കത്ത് എഴുതാൻ വേണ്ടി നിങ്ങളോട് പറയും. കവിത ആപ്കോ കൈസിയിലേക്ക്, കവിത നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അപ്പനാ മത് പ്രകട കർത്തേ ഹുയേ, കവിക്ക് നാം പത്രലിഖേ, നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് കവിക്ക് കത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചിരിക്കേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്ന അഡ്രസ്സുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇത് സ്ഥലവും ഡേറ്റുമാണ്. ഏലങ്കൂർ 7 ജൂൺ 2025 എന്നാണ് എഴുതിയത്. നിങ്ങൾക്കിവിടെ 2026 നോക്കട്ടോ, 2026 7 ജൂൺ 2026 ഏലങ്കൂർ. ഇത് രണ്ടും പഠിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആദരണീയ കവി സുശീൽ ശുക്ലജി, സംബോധന ചെയ്യണം. ആദരണീയ കവി സുശീൽ ശുക്ലജി എന്ന് സംബോധന ചെയ്തിട്ട് നമ്മൾ കത്തെഴുതി തുടങ്ങുക. ഇപ്പം ഈ പറഞ്ഞ 2 കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ലാസ്റ്റ് ഉണ്ടോ, ആപ്കാ ശുഭചിന്തക്, ആപ്കാ ശുഭചിന്തക്. ഇവിടെ സാഹിൽ കെ എന്നാണ് പേരെഴുതിയത്. നിങ്ങളിവിടെ നിങ്ങളുടെ പേരെഴുതാം. ആപ്കാ ശുഭചിന്തക് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതാം. പിന്നീട് സേവാമേം സുശീൽ ശുക്ല് ഹോഷങ്കാബാദ് മധ്യപ്രദേശ്. ഈ അഡ്രസ്സ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇത് കവിയുടെ അഡ്രസ്സാണ്. നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് ആ അഡ്രസ്സാണ് ഇവിടെ. അപ്പം നമ്മൾ കവിക്കാണ് എഴുതുന്നത്. കവിയുടെ അഡ്രസ്സ് സേവാമേം പറഞ്ഞാൽ 2 ആണ്. സുശീൽ ശുക്ൽ അല്ലേ, സുശീൽ ശുക്ലജിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ സുശീൽ ശുക്ല് ഹോഷങ്കാബാദ്, സ്ഥലം എവിടെയാണ്? ഹോഷങ്കാബാദ് മധ്യപ്രദേശ്. ഹോഷങ്കാബാദ് മധ്യപ്രദേശ് എന്നെഴുതാം. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക.
പിന്നെ ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്കായി. ഓക്കെ, ഇത്രയും എഴുതാൻ നിങ്ങൾക്ക് 2 മാർക്കായി. ഇത് മാത്രം എഴുതി വെച്ചാൽ 2 മാർക്ക് എന്നല്ല കേട്ടോ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടുന്നത്. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ തന്നിരിക്കുന്ന കാര്യം. ഇവിടെ നമ്മൾ നേരത്തെ ആദരണീയ സുശീൽ ശുക്ലജി എന്ന് എഴുതിയല്ലോ. സാദർ നമസ്കാർ, മേം കക്ഷ 8 का एक छात्र हूँ. സാദർ നമസ്കാർ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. മേനെ ആപ്കി ലിഖി കവിത പേട് പഠി, ഞാൻ താങ്കൾ എഴുതിയ പേട് എന്ന കവിത പഠിച്ചു. ഈ കവിത മുജെ ബഹുത് അച്ചി ലഗി, കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കവിതയായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നല്ല കവിതയായിട്ട് എനിക്ക് ഈ കവിത നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ. आपने पेड़ को दर्जी के रूप में सिखाया, यह बहुत ही सुंदर और नई कल्पना है. താങ്കൾ മരത്തിനെ ദർജി, അതായത് തയ്യൽക്കാരനായിട്ട് കാണിച്ചു. അത് വളരെ സുന്ദരവും പുതിയ ഒരു സാങ്കല്പികതയുമാണ് അതിലുള്ളത്. മരത്തിനെ നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തയ്യൽക്കാരൻ എന്ന് പറഞ്ഞത്. आपके यह बहुत खूबसूरती से बताया कि पेड़ कैसे हवा, पानी, धूप, मिट्टी, रंग और स्वाद को जोड़कर हमें जीवन देते हैं. താങ്കൾ യഹ് ബഹുത്ത് ഖൂബ്സൂരത്തി സെ, നിങ്ങൾ ഈ ഒരു കാര്യം വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ്? കാറ്റ്, വെള്ളം, പിന്നെ അതുപോലെ തന്നെ വെയിൽ, മണ്ണ്, നിറം, ഇതൊക്കെ എങ്ങനെയാണ് മരങ്ങളിൽ ചേർന്നിരിക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് സ്വാദുകൾ ചേർത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ വളരെ മനോഹരമായി കവിതയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കവിതാക്കി ഭാഷ സരൾ ഹേ, കവിതയുടെ ഭാഷ വളരെ സരളമായ ലളിതമായ ഭാഷയാണ്. ലേക്കിൻ ഉസ്കെ അർത്ഥ ബഹുത്ത് ഗഹരെ ഹേ, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ കവിതയ്ക്ക് വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളാണുള്ളത്. ജബ് ആപ്നെ ലിഖാ ധൂപ് സിലി തോ ബിഗർ ഗയി, കതരൻ കതരൻ ചായ തോ മുझे ലഗാ ജൈസെ മേ സച്മുച്ച് ഉസ് പേട് കെ നീച്ചെ ഖടാ ഹോ. താങ്കൾ എഴുതിയിരിക്കുന്നു ധൂപ് സിലി തോ, വെയിൽ തുന്നിച്ചേർത്തപ്പോൾ നിഴലുകൾ കഷണങ്ങളായി എന്ന് എഴുതിയല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ യഥാർത്ഥത്തിൽ ഒരു മരത്തിന് താഴെയാണോ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ആപ്കി യഹ് കവിതാനെ കേവൽ പേട് കെ മഹത്വ കോ ബതാത്തി ഹേ, ബൽക്കി ഹമേം പ്രകൃതി സെ പ്യാർ കർണ और उसकी രക്ഷാ കർണ ഭി സിഖാത്തി ഹേ. താങ്കളുടെ ഈ കവിത കേവലം മരത്തിൻ്റെ മഹത്വം മാത്രമല്ല പറയുന്നത്, മറിച്ച് പ്രകൃതിയെ സ്നേഹിക്കാനും അതിനെ സംരക്ഷിക്കാനും കൂടിയാണ് താങ്കൾ ഈ കവിതയിലൂടെ പഠിപ്പിക്കുന്നത്. മേം ആശാ करता हूँ कि आप ऐसी और रचनाएं लिखते रहेंगे जो हमें सोचते और सीखते ही പ്രേരണ दे. ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾ ഇനിയും ഇതുപോലെയുള്ള രചനകൾ ചെയ്യണം, ഇതുപോലെയുള്ള കവിതകളൊക്കെ നിങ്ങൾ രചിക്കണം, ആളുകളെ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ പഠിക്കാനുള്ള പ്രേരണയും നൽകുന്ന രീതിയിലുള്ള കവിതകൾ ഇനിയും താങ്കൾക്ക് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾ ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഇതാ ഇവിടെ തന്നിരിക്കുന്ന ഈ അഡ്രസ്സുകളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. പിന്നീട് നിങ്ങൾ ഈ 2 വരി നിർബന്ധമായിട്ട് പഠിക്കണം കത്തിന് വേണ്ടി കേട്ടോ. പിന്നെ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കവിതയുടെ ആശയം. ആ കവിതയുടെ ആശയം തന്നെ ഇവിടെ എഴുതി വെച്ചാൽ മതി. കവിതയുടെ ആശയമാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ആ കവിതയുടെ ആശയം തന്നെ ഇവിടെ എഴുതി വെക്കാം. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കവിതാ സുന്ദരഹേ എന്നൊക്കെ പറയണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ കവിതയുടെ ആശയം തന്നെ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെച്ചിട്ട് ഈ ലാസ്റ്റുള്ളൊന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. അത്ര കത്ത് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലിയ ആർ ലൂണ എന്ന കഹാനിയാണ്. एक रोज कुछ अट्टे कट्टे आदमी एक बड़े पेड़ को काटने पहुंचे. ഒരു ദിവസം കുറച്ച് ബലിഷ്ഠരായ ആളുകൾ ഒരു വലിയ മരം മുറിക്കാൻ വേണ്ടിയിട്ട് വന്നു. നിങ്ങൾ ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ജൂലിയ ആർ ലൂണ എന്ന പാഠഭാഗത്തു നിന്നും നിങ്ങൾ എക്സാമിലേക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഏക്ക് റോസ് കുച്ച് അട്ടേ കട്ടേ ആത്മീയ, ഒരു ദിവസം കുറച്ച് ബലിഷ്ഠരായ ആളുകൾ ഒരു വലിയ മരം മുറിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ഏക്ക് ലടുക്കീനെ ഉനേം ദേക്കിലിയ, ഒരു പെൺകുട്ടി അത് കണ്ടു. വഹ് ജഡ് പേട് പർ ചടുക, ഇയാൾ പെട്ടെന്ന് മരത്തിൽ കയറി. ആത്മീയോനെ പഹലെ ഉസെ സമച്ചായ, ആളുകൾ ആദ്യം അവളെ മനസ്സിലാക്കിപ്പിച്ചു. ഫിർ ദമക്കായ, പിന്നീട് അവളെ ഭീഷണിപ്പെടുത്തി. ബഹുത്ത് ഡരായ, വളരെയധികം ഭയപ്പെടുത്തി. അവർ മേം നെഹീം ഉദരൂങ്കി, ഞാൻ ഇറങ്ങുകയില്ല. ലടുക്കി ജില്ലായി, ലടുക്കി ഉറക്ക ആർത്ത് വിളിച്ച് പറഞ്ഞു. ഏക്ക് ശാഖാപ്പർ ജാബറ്റി, എന്നിട്ടൊരു മരക്കൊമ്പിലേക്ക് പോയിരുന്നു. ആത്മീയോനെ സോച്ച, ആളുകൾ ചിന്തിച്ചു. ആക്കിർ കബീത്തോ ഉദരേകി, അവസാനം എപ്പോഴെങ്കിലും ഇറങ്ങും. തബ് കാട്ടേക്ക് പെടുക്കും, അപ്പോൾ മരത്തെ മുറിക്കും.
മുറിക്കാം. ദിൻ ഹഫ്തെ മഹീനെ ബീത്ത് ഗയെ, ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞു. പെർ ലടുക്കി തോ ഉതരി ഹി നഹി, പക്ഷേ പെൺകുട്ടി ഇറങ്ങിയതേയില്ല. ബാരിഷായി, സർദിയായി, ഭയങ്കര ആന്തി തൂഫാനായി, മഴ വന്നു, തണുപ്പ് വന്നു, കൊടുങ്കാറ്റും മഴയും കൊടുങ്കാറ്റൊക്കെ വന്നു, മഞ്ഞ് വന്നു, ബർഫ് പടി. पर पेड़ ने लड़की को बचाया रगा और ലടുക്കി പേടുക്കോ, പക്ഷേ മരം പെൺകുട്ടി മരത്തിനെയും രക്ഷിച്ചു നിർത്തി. ആത്മീയൊക്കെ സേട്ടനെ അജീബോ ഗരീബ് തർക്കീബെ ലഗായി. ആത്മീയുടെ മരം മുറിക്കാൻ വന്ന ആളുകളുടെ സേട്ട് പല തരത്തിലുള്ള ഉപായങ്ങൾ ചെയ്തു നോക്കി. കബി പേടുക്കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ, ഇടയ്ക്ക് എന്ത് ചെയ്തു, മരത്തിൽ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് ബഹളം, ഷോർ മച്ചായ, വളരെയധികം ബഹളം ഉണ്ടാക്കി. തബി പേടുക്കോ ഊപ്പർ ഹെലികോപ്റ്റർക്കോ, ഇടയ്ക്ക് മരത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ ഓടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കിങ്ങാണ്ട് ശല്യം ചെയ്തു. ഉടാക്കർ ലടുക്കിക്ക് രാത്ത് ഭർ, അങ്ങനെ ഉടാക്കർ ഹെലികോപ്റ്റർ പറത്തിക്കൊണ്ട് ലടുക്കിക്കോ പെൺകുട്ടിയെ രാത്ത് ഭർ, രാത്രി മുഴുവൻ ജഗായ രക, ഉണർത്തിയിരുത്തി, ഉറങ്ങാൻ സമ്മതിച്ചില്ല. तो हमारी दोस्ती कभी नहीं तोड़ पाओगे, നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ കഴിയുകയില്ല. ലടുക്കി ബുലന്ത് ആവാസ് മേം ഉനെ കത്തി, ലടുക്കി പെൺകുട്ടി വളരെയധികം ഉറച്ച ശബ്ദത്തോട് കൂടിയിട്ട് തന്നെ അവരോട് പറഞ്ഞു. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മഷ്ഹൂർ ഹോ ഗയി, അവരുടെ വിചിത്രമായ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ ലോകം മുഴുവൻ പ്രസിദ്ധമായി. ഉൻകെ ഇർദ് ഗിർദ് അസാരോ ലോകി ഘട്ടാ ഹോനയിലേക്ക്, അവരുടെ ചുറ്റിലും ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കൂടാൻ തുടങ്ങി. ഹട്ടേ ഘട്ടേ ആത്മീയം ഓർ ഉൻകെ സേട്ട് കോ ലടുക്കി പേട് ഉൻകി ദോസ്തി और उनके आसारों दोस्तों के डर लगने लगा. അതാ ഹട്ടേ ബലിഷ്ഠരായ ആളുകൾക്കും അതുപോലെ തന്നെ അവരുടെ സേട്ടിനും പെൺകുട്ടിയെയും മരത്തിനെയും അവരുടെ ഫ്രണ്ട്സിനെയും ഉനിക്ക് അസാരവും ദോസ്തോക്കെ അവരുടെ ആയിരക്കണക്കിന് ഫ്രണ്ട്സിനെയും ഒക്കെ എന്തുണ്ടാവാൻ തുടങ്ങി, ഭയക്കാൻ തുടങ്ങി, അവർക്ക് ഭയം തോന്നാൻ തുടങ്ങി. 738 ദിനോം തക്ക് പേട് കാട്ടനേക്ക് അന്തസാർ കർണേക്കെ ബാദ്, 738 ദിവസങ്ങൾ വരെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്നതിന് ശേഷം ഏക് ദിൻ വേ ആത്മീ ചുപ്ചാപ്പ് വഹാംസെ ജാനയിലേക്ക്, ഒരു ദിവസം ആ മനുഷ്യർ മിണ്ടാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി, നിശബ്ദരായിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. വാദാ കരോ യഹാ കെ കിസി ബി പേടുക്കോ കബി നഹി കാട്ടോगे, ഇവിടത്തെ ഒരു മരവും ഒരിക്കലും മുറിക്കുകയല്ല എന്ന് വാദാ കരോ, വാഗ്ദാനം ചെയ്യൂ. ലടുക്കിനെ സേട്ട് സേ വാദാ ലേ ലിയ, പെൺകുട്ടി സേട്ടിനെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിച്ചു. സാരേ പേട് ബച്ച് ഗയേ, എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ഉസ് ലടുക്കി കാ നാം ജൂലിയ ഹെ, ആ പെൺകുട്ടിയുടെ പേരെന്താണ്, ജൂലിയ എന്നാണ്. ഉസ് പേട് കാ നാം ലൂണ, ആ പേടിൻ്റെ പേര് ലൂണ. ദോനോ ആജ് ബി പക്കേ ദോസ്ത്, രണ്ടുപേരും ഇന്നും വളരെയധികം നല്ല ഫ്രണ്ട്സാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാച്ചി കി കഹാനിയാണ്. ഹാച്ചി കി കഹാനി എന്ന കഹാനി എഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദിയാണ്. ആരാണ് കഹാനി എഴുതിയത്? ഗീത് ചതുർവേദിയാണ് ഹാച്ചി കി കഹാനി എന്ന കഹാനി എഴുതിയിരിക്കുന്നത്. ഗീത് ചതുർവേദിയാണ്. 1923 का समय, അതായത് 1923 സമയം ജപ്പാൻ കി രാജധാനി ടോക്കിയോ മേം, ജപ്പാൻ്റെ രാജധാനി തലസ്ഥാനമായ ടോക്കിയോയിൽ സടക്ക് പർ ടഹൽത്തെ പ്രൊഫസർ യോനേക്കോ, സടക്ക് പർ റോഡിലൂടെ ഉലാത്തുകയായിരുന്ന പ്രൊഫസർ യോനേക്ക് കുത്തേക്കായേക്ക് പിള്ള മിൽത്താ ഹേ, ഒരു പട്ടിക്കുഞ്ഞിനെ ലഭിക്കുന്നു. അക്കീത്ത നസ്ലി, ഏത് വംശത്തിൽപ്പെട്ടതായിരുന്നു? അക്കീത്ത വംശത്തിൽപ്പെട്ട ശാന്താർ പിള്ള, മനോഹരമായ ഒരു പട്ടിക്കുട്ടി. ജിസ്കെ ഗലെ പർ പട്ടാ ബാന്താദ, ആരുടെ കഴുത്തിലാണോ ബെൽറ്റ് ബന്ധിച്ചിട്ടുള്ളത്, അതായത് ആ പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ എന്തായിരുന്നു, ഒരു ബെൽറ്റ് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഉസ് പർ ലിഖാ ഹേ ഹാച്ചി, അതിലെന്താണ് എഴുതിയിരിക്കുന്നത്, ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഉസേ സാത്ത് ലേക്കർ വഹു റോസ് ഉസ്കെ മാലിക്കോ ഗോച്ച്നെ നികൽത്തെ, അവനെയും കൊണ്ട് മാലിക്കിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും പ്രൊഫസർ പുറത്തിറങ്ങൂലേ, ഗോച്ച്നെ ലേക്കിൻ വഹുനഹീമില്ല, പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. रोज के इस संग साथ के कारण दोनों में ऐसा लगाव बन गया था कि हाची अब उन्हीं को अपना मालिक मानने लगा. അങ്ങനെ രണ്ടുപേരുടെയും കൂടെയുള്ള രണ്ടുപേരും സംഘ് സാത്ത് എപ്പോഴും ഒന്നിച്ച് ഈ മാലികിനെയും തിരഞ്ഞു നടക്കുന്ന കാരണത്താൽ തന്നെ അവർ ആച്ചിയും പിന്നെ
തൻ്റെ മാലികായിട്ട് ആരെ കണക്കാക്കാൻ തുടങ്ങി? പ്രൊഫസറിനെ കണക്കാക്കാൻ തുടങ്ങി. പ്രൊഫസർ കി പത്നിക്കോ ശുരുമേ ഹാച്ചി പസന്ത് നഹി ആയ. പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് ആരംഭത്തിൽ, ശുരു പറഞ്ഞ ആരംഭം, തുടക്കത്തിൽ ആദ്യം ഹാച്ചിയെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ലേക്കിൻ ഉസ്കി സുന്ദരത और പ്രൊഫസർ കെ പ്രതി ഉസ്കെ സ്നേഹ് ने उनका दिल पिघला दिया. പക്ഷേ ഹാച്ചിയുടെ സൗന്ദര്യവും പ്രൊഫസറിനോടുള്ള അതിൻ്റെ സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു. ആരുടെ മനസ്സ്? പത്നിയുടെ മനസ്സലിഞ്ഞു. ഓൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തിലേകി. അങ്ങനെ പ്രൊഫസറിൻ്റെയും ഈ ഹാച്ചിയുടെയും ഫ്രണ്ട്ഷിപ്പ് ആഴത്തിലുള്ളതാവാൻ തുടങ്ങി. വളരെ ഉറ്റ സുഹൃത്തുക്കളായി മാറി അവർ രണ്ടുപേരും. ഹർ സുബഹ് ഹാച്ചി പ്രൊഫസർ കോ ചോടനെ സ്റ്റേഷൻ തക്ക് ജാത്ത. ഓരോ പ്രഭാതത്തിലും ഹാച്ചി പ്രൊഫസറിനെ ചോടനെ വിടാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വരും. शाम को उनके आने से पहले ही स्टेशन के बाहर बैठकर उनका इंतजार करने लगा. വൈകുന്നേരം അയാൾ എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റേഷൻ്റെ പുറത്ത് വന്നിട്ട് അയാളെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങി. ഫിർ സാത്ത് സാത്ത് ഗർ ആത്ത ഉജൽത്തെ പുലുക്കത്തെ. പിന്നീട് അവർ രണ്ടുപേരും ഒന്നിച്ച് വീട്ടിലേക്ക് തുള്ളിച്ചാടി പോകുമായിരുന്നു. ഏക് ഷാം, ഒരു വൈകുന്നേരം, ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബാഡ്കർ ഇന്തസാർ കരാത. ഹാച്ചി സ്റ്റേഷന്റെ പുറത്ത് ഇരുന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. രാത്ത് ഹോഗയി, രാത്രിയായി. ബർഫ് ഗിർനയിലേക്ക്, മഞ്ഞ് വീഴാൻ തുടങ്ങി. പറഞ്ഞത്തോ പ്രൊഫസർ ആയേ, പക്ഷേ പ്രൊഫസർ വന്നില്ല. നഹി ഹാച്ചി ഉസ് ജഗഹ് സേ ഹില, എങ്കിൽ ഹാച്ചി ആ സ്ഥലത്തു നിന്നും മാറിയതേയില്ല. ദർഅസൽ, യഥാർത്ഥത്തിൽ, ഉസ് ദോപഹർ കോ ദഫ്തർ മേം പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ. യഥാർത്ഥത്തിൽ ആ ഉച്ചയ്ക്ക്, അന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ വെച്ച് പ്രൊഫസർ മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു. ദർ രാത്ത് പ്രൊഫസർ കെ പരിജൻ ഉസേ ജബറൻ ഗർ ലേ ഗയേ. രാത്രി കുറേ വൈകി പ്രൊഫസറിൻ്റെ കുടുംബാംഗങ്ങൾ അതിനെ ഹാച്ചിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ലേക്കിൻ അഗലി സുബ, പക്ഷേ അടുത്ത പ്രഭാതത്തിൽ ഹാച്ചി ഫിറോസി ജഗ ആക്കർ ബൈഠ് ഗയ. ഹാച്ചി അതേ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. കുച്ച് സമയ ബാദ് പ്രൊഫസർ കി പത്നിനെ മക്കാൻ ബേച്ചി. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പ്രൊഫസറിൻ്റെ പത്നി അവരുടെ വീട് വിറ്റു. ആർ ദൂസരെ ജഗഹ് ചലി ഗയി, മറ്റൊരു ഷഹർ, മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. വഹ് അപ്പനെ സാത്ത് ഹാച്ചി കോ ബി ലേത്തി ഗയി ദി. അവൾ തന്നോടൊപ്പം ഹാച്ചിയെ കൂടെ കൊണ്ടുപോയിരുന്നു. ലേക്കിൻ ഹാച്ചി വഹാംസെ, പക്ഷേ ഹാച്ചി അവിടെ നിന്ന് ഭാഗായി ഓടിപ്പോന്നു. ആർ സ്റ്റേഷൻ കെ ബാഹർ ടീക് ഉസി ജഗഹ് പർ ബൈഠ്കർ ഫിർ സെ ഇന്തസാർ കർനെ ലഗ. ആ സ്റ്റേഷന് പുറത്ത് കൃത്യം അതേ സ്ഥലത്ത് തന്നെ വന്നിരുന്നിട്ട് വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസേ പഹ്ചാൻതേ ഥേ. സ്റ്റേഷൻ്റെ അടുത്തുള്ള ആളുകൾക്ക് അവനെ അറിയാമായിരുന്നു, ഹാച്ചിയെ അറിയാമായിരുന്നു. വേ ലോഗ് ഹാച്ചിക്കോ ഗാന ഗിലാതെത്തെ. ആ ആളുകൾ ഹാച്ചിയെ ഭക്ഷണം കഴിപ്പിച്ചു. വഹ് ദിൻ ഭർ സ്റ്റേഷൻ കോ ദേഖ്താ രഹത്ത. ആ പകൽ മുഴുവൻ സ്റ്റേഷനിൽ നോക്കിയിരിക്കും. ട്രെയിൻ ആത്തിത്തോ ഉച്ചക്ക് കർ അപ്പനെ പ്രൊഫസർ കോ ഗോജ കർത്ത. ട്രെയിൻ വരുമ്പോൾ തുള്ളിച്ചാടി പ്രൊഫസറിനെ പ്രതീക്ഷിച്ചു. രാത്തു ഹോത്തി സിർ ജുക്കാക്കർ. ഈ ഒരു ഭാഗം വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സൂചനയിലൊക്കെ തരും, അത് പോട്ടെ. ബാക്കിയുള്ളത് നിങ്ങൾ ശരിക്കും നോക്കിയാൽ മതി കേട്ടോ. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक ഹാച്ചി ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा. 1 साल 2 साल, ഒരു വർഷം, 2 വർഷം, 3 साल, 3 വർഷം, പൂരെ 9 साल, കൃത്യം 9 വർഷവും, 9 മഹീനെ, 9 മാസവും. ഹാച്ചി ടീക്കു സി ജഗ. ഹാച്ചി കൃത്യം അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു. അപ്പനെ പ്രൊഫസർക്ക് ഇന്തസാർ കർത്താ രഹ. തൻ്റെ പ്രൊഫസറിനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. സർദി ഗർമി ബർസാത്ത് ബർഫ് ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹി പടാ. തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ്, ഇതൊന്നും ഹാച്ചിയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. ബീച്ച് മേ കബി കിസി ബറസ് പ്രൊഫസർ की पत्नी अपने पति को कब्र पर फूल चढ़ाने आ जाती, तब वो ഹാച്ചി के साथ सड़क पर बैठकर रोती रहती. ഇടയ്ക്ക് എപ്പോഴോ പ്രൊഫസറിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഹാച്ചിയുടെ കൂടെ റോട്ടിലിരുന്ന് കരഞ്ഞു. ആർ ഷായദ് ഉസ് മൂഗ ജാൻവർ കെ പ്രേം സമർപ്പൺ വ പ്രതീക്ഷ പർ അചരജ് കർത്തി. ഒരു പക്ഷേ ആ മൂഗ ജാൻവറിൻ്റെ മിണ്ടാപ്രാണിയായിട്ടുള്ള മൃഗം ഉണ്ടല്ലോ, അതിൻ്റെ സ്നേഹത്തിലും സമർപ്പണ മനോഭാവത്തിലും പ്രതീക്ഷയിലും അത്ഭുതം തോന്നിയിട്ടായിരിക്കാം അവർ അങ്ങനെ ചെയ്തത്. സമയക്കെ സാത്ത് ഹാച്ചി ബൂട്ടാ ഹോഗയ. അങ്ങനെ സമയം പോകുന്നതോടൊപ്പം ഹാച്ചി വൃദ്ധയാവാൻ തുടങ്ങി.
ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർന നഹി ചോടാ, പക്ഷേ ആ പ്രതീക്ഷ ഒരിക്കലും അത് കൈവിട്ടില്ല. 1935 1935 ഉസി ജഗ ബൈട്ടെ ബൈട്ടെ ഉസ്നെ ദം തോട് ദിയ, അതേ സ്ഥാനത്ത് ഇരുന്നിട്ട് തന്നെ ജീവൻ വെടിഞ്ഞു. ഉസ് സമയ ബർഫ് ഗിർ രഹി ഥി, ആ സമയത്ത് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചി കി ഗുലി ആങ്കോം കോ ജൈസെ അബ് ഭി ഇന്തസാർ ദ, മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ തുറന്ന കണ്ണുകളിൽ അപ്പോഴും പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഹാച്ചി കി സ്മൃതി മേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത ഹെ, ഹാച്ചിയുടെ ഓർമ്മയിൽ സ്റ്റേഷന്റെ പുറത്ത് അവളുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് പേഡ്, അതുപോലെ തന്നെ എന്താണ് ജൂലിയ ആർ ലൂണ, പിന്നെ വരുന്നത് എന്താ ഹാച്ചി കി കഹാനി, ജൂലിയ ആർ ലൂണ, പേഡ്. ഇത്രയും ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. വളരെ കുറച്ച് ചാപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് വാങ്ങുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.